ഓസീസുമായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി പരമ്പരയിൽ 1-1 ഒപ്പമായിരിക്കുകയാണ്. ഇന്ത്യക്ക് എവിടെയാണ് പിഴച്ചത്? വളരെ മോശം ബാറ്റിംഗ് ആണ് ഇന്ത്യ പുറത്തെടുത്തത്. ഓസ്ട്രേലിയ 10 വിക്കറ്റിന്റെ ചരിത്ര വിജയമാണ് ഇന്ന് നേടിയത്. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 150ഉം രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 175 റൺസിനും ഓൾ ഔട്ടായി. ഓസ്ട്രേലിയ ഈസി ആയിട്ടാണ് ഇന്ന് കളി ജയിച്ചത്. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം കോച്ച് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇന്ത്യ ടെസ്റ്റിൽ കൃത്യമായിട്ട് കളിക്കുന്നില്ല. ഒരു ടെസ്റ്റിൽ നല്ല കളി കാഴ്ചവെച്ചാൽ രണ്ടാമത്തെ ടെസ്റ്റിൽ ഫ്ലോപ്പ് ആവുന്നു. ബാറ്റിംഗിലാണ് ഇന്ത്യക്ക് അടിപതർന്നത്. ഒരു 200 റൺസ് പോലും ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് പേരുകേട്ട താരങ്ങൾ ടീമിലുണ്ട്. എന്നിട്ടും ഇന്ത്യ കളി തോൽക്കുന്നു. ടീമിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. സഞ്ജു ശ്രേയസിനെ പോലെയുള്ള യുവതാരങ്ങളെ ടെസ്റ്റിലേക്ക് കൊണ്ടുവരണം. ഞാനിത് BCCIയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. സീനിയർ താരങ്ങൾ ഫ്ലോപ്പ് ആവുകയാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും കളിക്കുന്നില്ല. ആരും തന്നെ ഫോം ആകാത്തത് കൊണ്ട് ഇന്ത്യൻ ടീം ഇന്ന് തോറ്റു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇവരെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത ടെസ്റ്റിലും ഇന്ത്യ കളി തോൽക്കും. അതുകൊണ്ട് ടീമിലെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഓസ്ട്രേലിയ ഇത്രയും മികച്ച വിജയം നേടുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. തെറ്റുകൾ കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ വിഷമത്തിലാണ്. ഇന്ത്യ ടെസ്റ്റ് തോറ്റിരിക്കുകയാണ്. അതും നാണം കെട്ട തോൽവി. 175 റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി. ഓസ്ട്രേലിയ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. യുവതാരങ്ങളെ ടെസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു ശ്രേയസിനെ പോലെയുള്ളവർ ടെസ്റ്റിലെത്തണം. സഞ്ജുവിനെ ഒരു അവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഗംഭീർ ഇപ്പോൾ അതിന്റെ സൂചന തന്നിട്ടുണ്ട്. സഞ്ജുവിനെ ഉടനെ തന്നെ ടെസ്റ്റ് ടീമിലേക്ക് വിളിക്കും. രോഹിത്തും കോഹ്ലിയും അടക്കം എല്ലാവരും ഫ്ലോപ്പാണ്. അതുകൊണ്ടാണ് ഇന്ത്യ കളി തോറ്റത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.